മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു ചെന്നു. ആദം നബിയുടെ മുന്നിൽ പോയി, നൂഹ് നബിയുടെ മുന്നിൽ പോയി, ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി, മൂസാ നബിയുടെ മുന്നിൽ പോയി. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈത്താൻ കടന്നു ചെന്നു. അവസാനം അങ്ങനെ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവനോട് ചോദിച്ചു, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കണം, ഓരോ മനുഷ്യനെ പിഴപ്പിക്കുമ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു. നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും നിനക്ക് വല്ലാത്ത പുഞ്ചിരിയാണ്, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ ജീവിതത്തിൽ 4 അവസരങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ 4 അവസരങ്ങളിൽ കരഞ്ഞുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞുപോയ 4 അവസരങ്ങൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശപിക്കപ്പെട്ട ശൈത്താൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ 4 അവസരങ്ങളിൽ ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു ആദം നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങളെല്ലാവരും ഫസ്ജുദൂലി ആദമാ, ആദം നബിക്ക് എല്ലാവരും സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുമ്പോൾ എല്ലാ മലക്കുകളും അല്ലാഹുവേ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, മലക്കുകളുടെ നേതാവായ അസാസീൽ എന്ന് പറയുന്ന നേതാവായ ശൈത്താൻ മാത്രം ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹുവിനോട് ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ശൈത്താൻ പറയുന്നു, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവരെ, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അതുകൊണ്ട് ആദമിനെക്കാളും മഹത്വമുള്ളവൻ ഞാനാ പടച്ചവരെ, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് അഹങ്കാരത്തിന്റെ വാക്ക് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാത്ത ശൈത്താന് അല്ലാഹു ശപിക്കുകയാണ്. അല്ലാഹു അവനെ ശപിക്കുകയാണ്. പടച്ചവനെ ശപിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ശൈത്താന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹു ശപിച്ച സമയത്ത് ശൈത്താൻ കരയുകയാണ്. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞ സമയം, അല്ലാഹുവിന്റെ നബിയേ, എന്നെ പടച്ചവന് ശപിച്ച സമയത്ത് അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി നബിയേ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാ, നീ കരഞ്ഞ രണ്ടാമത്തെ സമയമേതാ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സുന്ദര സ്വർഗമുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും അതിനകത്തേക്ക് കടന്നാ പിന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആ പടച്ചവന്റെ സ്വർഗത്തിൽ നിന്ന് പടച്ചവൻ എന്നെ പുറത്താക്കിയല്ലോ. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് നബിയേ. ശൈത്താൻ തന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാ. മൂന്നാമത്തെ സമയമേതെന്നറിയുമോ? മൂന്നാമത്തെ സമയമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മദ്രസയിൽ പഠിക്കുന്ന മക്കള് അതാ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മദ്രസയ്ക്കകത്ത് വെച്ചോതുന്ന ഫാത്തിഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഫാത്തിഹ
ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു പോയി നബിയേ. സൂറത്തുൽ ഫാത്തിഹ അത് ഇറങ്ങിയ സമയത്താണ് ശൈത്താൻ ഒരുപാട് കരഞ്ഞു പോയത്. നാലാമത്തെ അവസരമേതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു പോയ നാലാമത്തെ സമയമേതെന്നറിയുമോ? അത് അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ജനിച്ച സമയത്താ നബിയേ, അങ്ങ് ഈ ലോകത്തേക്ക് പൂജാതനാകുന്ന സമയത്താ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ കരയാതിരിക്കും? ശൈത്താൻ എങ്ങനെ കരയാതിരിക്കും? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ശപിക്കപ്പെട്ട ശൈത്താൻ ആ കുഞ്ഞിനെ നുള്ളി നോവിക്കുകയാ. നുള്ളി നോവിക്കുന്നത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ വരുന്നത്, എല്ലാവരും കരഞ്ഞുകൊണ്ടാ വരുന്നത്. ആ കരഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അവന്റെ പെറ്റുമ്മ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ, അവന്റെ വാപ്പ ചിരിക്കുകയാ. അവനെ നോക്കിയിട്ട് അവൻ കരയുന്നത് കണ്ടിട്ട് ശൈത്താൻ ചിരിക്കുകയാണ്. എല്ലാവരും ആ കുഞ്ഞ് കരയുന്ന സമയത്ത് അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോ കവി പറയുകയാ, വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച വാപ്പയും ഉമ്മയും നിന്റെ കൂടെ പിറപ്പും നിന്റെ അയൽവാസികളും അതാ ശപിക്കപ്പെട്ട ശൈത്താൻ പോലും നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവനാട്. അതുകൊണ്ട് പൊന്നുമോര്, നീ കരയുന്ന സമയത്ത് ചിരിച്ചവരെ എല്ലാവരും കരയുന്ന സമയത്ത് നീ ചിരിച്ചുകൊണ്ട് യാത്രയാകണം. അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് കവി പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞത് അള്ളാഹുവിന്റെ റസൂലല്ല, അള്ളാഹുവിന്റെ പ്രവാചകനല്ല കരഞ്ഞത്. കരഞ്ഞത് ശപിക്കപ്പെട്ട ശൈത്താനാണ്. എന്തുകൊണ്ടാണ് കരഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ എല്ലാ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവന്റെ കരച്ചിൽ കണ്ടിട്ട് ചിരിച്ചിരുന്ന ശൈത്താനുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കും, അവന്റെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിച്ചില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. ഏത് വാക്കാ പറഞ്ഞത്? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. അള്ളാഹുവിന്റെ പ്രവാചകർ ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊണ്ടുവന്നു അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ഇത് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാ വരുന്നത്. അവന്റെ കരച്ചിൽ കണ്ടിട്ട് ശൈത്താൻ ചിരിക്കും. എന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോഴേ അല്ലാഹു അക്ബർ കബീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി ഭൂജാതനായത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ 11 കുഞ്ഞുങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത്, ചിലര് ഉമ്മ പ്രസവിച്ച സമയത്ത്, ചിലര് പാല് കുടിക്കുന്ന സമയത്ത്, ചിലര് തൊട്ടിലിൽ കിടന്ന സമയത്ത്, സംസാരിക്കാനോ പക്വത എത്തുന്നതിന് മുമ്പ് 11 കുഞ്ഞുങ്ങൾ സംസാരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുത ബാലന്മാര് 11 പേരാണ്. 11 അത്ഭുത ബാലന്മാരുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 11 അത്ഭുത ബാലന്മാർ ഉണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 11 അത്ഭുത ബാലന്മാരിൽ ഒന്നാമത്തെ ബാലൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടുവന്ന ഒന്നാമത്തെ കുഞ്ഞ്. 2, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞേതാ? അല്ലാഹുവേ പടച്ചവനെ, രണ്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമകനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ എന്റെ പ്രിയമുള്ളവരെ. യഹ്യാ നബി അലൈഹിസ്സലാം പടച്ചവനെ പേടിച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് തന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ യഹ്യാ നബി അലൈഹിസ്സലാം എപ്പോഴാണ് സംസാരിച്ചതെന്നറിയുവോ? യഹ്യാ നബി അലൈഹിസ്സലാം കുഞ്ഞായിരുന്ന സമയത്ത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. മഹാനായ ദലായിലുൻ നുബുവ എന്ന കിതാബിൽ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, വഅമ്മാ യഹ്യാ അലൈഹിസ്സലാം ഫതകല്ലമ വഹുവ ഇബ്നു സലാസീർ. യഹ്യാ നബി അലൈഹിസ്സലാമിന് 3 വയസ്സ് പൂർത്തിയായപ്പോ 3ാമത്തെ വയസ്സില് എന്റെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറ് പക്വതയെത്താത്ത സമയമാണ്. ആ സമയത്ത് യഹ്യാ നബി അലൈഹിസ്സലാം അതാ ഒരു മനുഷ്യനെ നോക്കിയിട്ട്, ആ കാലഘട്ടത്തിലെ പ്രവാചകനെ നോക്കിയിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം പറയുകയാണ്, അവിടെ കടന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലു. അല്ലാഹുവിന്റെ പ്രവാചകൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണെന്ന് പാല് കുടിക്കുന്ന സമയത്ത്, കുഞ്ഞായിരുന്ന സമയത്ത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതായി സംസാരിച്ച കുഞ്ഞ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ആയിരുന്നു. മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അത് മഹ്ദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ചരിത്രം അറിയുന്നവരാണ്. മറിയം ബീവിയുടെ ചരിത്രം അറിയാത്തവരില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞായിരുന്ന സമയത്ത് സംസാരിച്ചവരിൽ 3ാമത്തെ വ്യക്തി മഹ്ദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചത് എപ്പോഴാണ്? തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഹന്നത്ത് ബീവി, പടച്ചവരെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ മക്കളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരിക്കൽ അല്ലാഹുവിനോട് ഹന്നത്ത് ബീവി ദുആ ചെയ്യുകയാണ്. ഇത് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക സമീഉദ് ദുആ ഇന്നക സമീഉദ് അലീം. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പടച്ചവരോട് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ പള്ളിയിൽ തന്നെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്തിരിക്കുന്ന പടച്ചവരോ, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കാമെന്ന് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി നേർച്ച ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാണ്. ഹന്നത്ത് ബീബിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. അങ്ങനെ ഹന്നത്ത് ബീബി ഗർഭിണിയാവുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീബി പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാറ് നേർച്ച ചെയ്തിരിക്കുകയാണ്. ഹന്നത്ത് ബീബി വിചാരിക്കുന്നത് തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് നടക്കുകയാ. ഹന്നത്ത് ബീബിയുടെ വിചാരം എന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണെന്നാണ്. അങ്ങനെ ഹന്നത്ത് ബീബി വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫലമ്മാ വലഅത് ഖാല റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ. ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല 9 മാസം 9.5 മാസം കഴിഞ്ഞു. അവിടുന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാ. പക്ഷേ പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി. എന്റെ പ്രിയമുള്ളവരെ, ഹന്നത്ത് ബീബി കരുതിയിരുന്നത് ആൺകുഞ്ഞിനെ ആയിരിക്കുമെന്നാ. പക്ഷേ പടച്ചവൻ കൊടുത്തത് പെൺകുഞ്ഞാട്. ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറയുകയാണ്, ഫലമ്മാ വലഅത് ഖാല റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ഹന്നത്ത് ബീബി പറയുന്നു, പടച്ചവരെ, ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് പള്ളിക്ക് നേർച്ചയും ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹുവേ, എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ, എനിക്ക് നീ തന്നത് പെണ്ണാണല്ലോ. അവിടുന്ന് പറയുകയാ, വലൈസ ദക്കറു കൽ ഉൻസാ. ആണും പെണ്ണും സമമല്ലോ അല്ലാ, ആണും പെണ്ണും സമമല്ലോ അല്ലാ. ആണും പെണ്ണും സമന്മാരല്ലല്ലോ. എന്റെ പ്രിയമുള്ളവര്, യഥാ ഹന്നത്ത് ബീബി നേർച്ച ചെയ്തതാണ്, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ പള്ളിക്ക് കൊടുക്കാമെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അതാ ഹന്നത്ത് ബീബി തന്റെ പൊന്നുമോൾക്ക് പേരിടുകയാണ്. വസമ്മൈതുഹാ മറിയം. മറിയമെന്ന് അതാ പേരിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, മറിയമെന്ന് പേരിടുകയാണ്. എന്നിട്ടതാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്ത ഹന്നത്ത് ബീബി ഉണ്ടല്ലോ, തന്റെ പൊന്നുമോള് മറിയം ബീബി റളിയല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. സക്കരിയ നബി പള്ളിക്കകത്തിട്ട് മറിയം ബീബിയെ വളർത്തുകയാ. എപ്പോഴാണ് മറിയം ബീബി സംസാരിച്ചതെന്നറിയുമോ? സക്കരിയ നബി അലൈഹിസ്സലാം ഒരു ദിവസം മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീബി റളിയല്ലാഹു തആല ഇരിക്കുന്ന മിഹ്റാബിനകത്തേക്ക് അതാ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വകഫലഹാ സക്കരിയ വകഫലഹാ സക്കരിയൽ മിഹ്റാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീബി റളിയല്ലാഹു തആലയുടെ മുന്നിൽ ഒരുപാട് ഫലങ്ങൾ ഇരിക്കുകയാണ്, ഒരുപാട് ഫലങ്ങൾ ഇരിക്കുകയാണ്. ആ ഫലങ്ങളൊന്നും അന്ന് കിട്ടുന്ന ഫലങ്ങളല്ല. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സക്കരിയ നബി ചോദിച്ചു, മറിയമേ, ഈ ഇരിക്കുന്ന പഴങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഒരുപാട് പഴങ്ങൾ ഇരിക്കുന്നല്ലോ, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന പഴങ്ങളല്ലല്ലോ, നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോ മറിയം ബീബി റളിയല്ലാഹു തആല സക്കരിയ നബിയോട് പറഞ്ഞതെന്തെന്നറിയുമോ? വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീബി റളിയല്ലാഹു തആല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വജദ ഇൻദഹാ റിസ്ഖാ. എനിക്ക് ഭക്ഷണം തരുന്നവൻ അല്ലയാണ്. എനിക്ക് ഈ ഫലവർഗ്ഗങ്ങൾ മുഴുവനും തന്നത്, ഈ മിഹ്റാബിനകത്തേക്ക് എനിക്ക് ഭക്ഷണങ്ങളെ കൊണ്ടു തന്നത് അല്ലാഹുവാണെന്ന് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഹുനാലിക ദഅ സക്കരിയ. മറിയം ബീബി റളിയല്ലാഹു തആല അല്ലാഹു ഇഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പടച്ചവന് ഫലവർഗ്ഗങ്ങൾ കൊടുത്തത്. ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബി റളിയല്ലാഹു തആലയുടെ മുന്നിലിരുന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഇതുപോലെ ഒരു സാലിഹായ ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാഹ്.
സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. മറിയം ബീബി റളിയല്ലാഹു തആല സംസാരിക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുന്ന പടച്ചവര് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വാലിഹായ കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞു പ്രായത്തിൽ സംസാരിച്ച 11 കുഞ്ഞുങ്ങളിൽ മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അതിമഹ്ദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയാ. നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ കുഞ്ഞാരായിരുന്നെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കുഞ്ഞായിരുന്ന സമയത്ത് നാലാമതായി സംസാരിച്ച മഹദൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് എപ്പോഴാണ് സംസാരിച്ചത്? എപ്പോഴാണ് സംസാരിച്ചത്? ലമ്മാ സഖത അലൽ അർളി ഇസ്തവാ ഖായിമൻ അലാ ഖദമൈഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞായിരുന്ന സമയത്ത് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ചെറുപ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കാല് തെറ്റിയിട്ട് വീഴുകയാണ്. ചെറിയ കുഞ്ഞാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, മരുഭൂമിയിലേക്ക് താഴേക്ക് വീഴുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് തന്റെ 2 കാലിന്റെ മുട്ടുകാലിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാ. ഇബ്രാഹിം എന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ, മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറിയ കുഞ്ഞ് പടച്ചവനെ നടക്കാൻ പഠിക്കുമ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒന്ന് കാല് തെറ്റി വീഴുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് 2 മുട്ടുകൾ ഇങ്ങനെ മരുഭൂമിയിൽ കുത്തിവെച്ചിട്ട് ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്റിന്റെ മഹത്വം നമുക്കറിയാം. ഈ ദിക്റിന്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും അറിയാം. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് 2 കാലുകൾ തഹയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞാ അവന് ഒരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോ നടന്നു പോകുമ്പോ ഒന്ന് കാല് തെറ്റി വീണു. അവിടെ നിന്ന് എഴുന്നേറ്റ് മുട്ടുകാലിൽ ഇരുന്നു. എന്നിട്ടൊരു ദിക്റ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ദിക്ർ ആരെങ്കിലും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ തഹയ്യാത്തിൽ ഇരുന്ന് പറഞ്ഞാൽ അവനൊരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ച നാലാമത്തെ കുഞ്ഞ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നാലാമത് ചെറുപ്രായത്തിൽ സംസാരിച്ച കുഞ്ഞാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും യൂസുഫ് നബിയുടെ ചരിത്രം അറിയാത്ത ആരുമില്ല. യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം അറിയാത്ത ആരുമില്ല. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അതാ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അതാ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന പെണ്ണുണ്ടല്ലോ യൂസുഫ് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, മറക്കാൻ കഴിയില്ല യൂസുഫ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു യൂസുഫ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ യൂസുഫ്. സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോ യൂസുഫ് നബി പറയുന്നു, സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് പടച്ചവനെ പേടിയാ സുലൈഖ, ഇന്നി അഖാഫുല്ലാഹ്,
എനിക്ക് പടച്ചവന് പേടിയാട്, എന്റെ യജമാനനെ ചതിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. സുലൈഖ പുറകെ ഓടുകയാണ്. സുലൈഖ യൂസുഫിന്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടി അവസാനം വീടിന്റെ കവാടത്തിന്റെ മണിയറയുടെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ സുലൈഖ യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ കമീസിൽ കയറി പിടിക്കുകയാ. അതാ കമീസ് കീറുകയാണ്. ആ സമയമുണ്ടല്ലോ അതാ അസീസ് രാജാവ് കടന്നു വരികയാണ്. അസീസ് രാജാവ് അല്ലാഹുവേ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ സമയത്ത് സുലൈഖ തന്റെ ഭർത്താവിനോട് പറയുകയാ, ഈ വൃത്തികെട്ടവനെയാണോ വീടിനകത്ത് കയറ്റിയിരിക്കുന്നത്? ഇവൻ എന്റെ ശരീരത്ത് കയറി പിടിച്ചു, ഇവൻ എന്നെ അതാ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സുലൈഖ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസീസ് രാജാവിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സംശയമാ. ആരാ തെറ്റ് ചെയ്തത്? യൂസുഫ് ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന യൂസുഫാണ് ചെയ്തതെന്ന്. എന്താണ് ചെയ്യണമെന്നറിയില്ല. ഭാര്യ പറയുന്നു യൂസുഫാണ് എന്നെ കയറി പിടിച്ചത്. യൂസുഫ് നബി പറഞ്ഞു ഞാനല്ല തെറ്റ് ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം രാജാവ് തന്റെ കൊട്ടാരത്തിനകത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ? സംസാരിച്ച നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ. അതാ സുലൈഖയുടെ കൊട്ടാരത്തിനകത്ത് അതാ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞു തൊട്ടിലിനകത്ത് കിടക്കുകയാ. ഒരു പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ലോ തൊട്ടിലിനകത്ത് കിടക്കുകയാണ്. രാജാവ് എന്താണ് തീരുമാനമെടുക്കണമെന്നറിയാതെ, സത്യം എന്താണെന്നറിയാതെ അതാ അസീസ് രാജാവ് വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു ചോദിക്കുകയാ, രാജാവേ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാറ് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ എന്ന് അസീസ് രാജാവിനോട് പാല് കുടിക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു ചോദിക്കുകയാ. അസീസ് രാജാവ് പറഞ്ഞു, കണ്ടുപിടിക്കാൻ എന്തേ വഴിയെന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞൊരു അടയാളം പറഞ്ഞു കൊടുത്തു. ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാ ആ പാല് കുടിക്കുന്ന കുഞ്ഞൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ, ഇൻകാന കമീസുഹു ഖുദ്ദമിൻ ഖുബിലിന്. അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ആ കുഞ്ഞു പറഞ്ഞു കൊടുത്തു, യൂസുഫ് ഇട്ടിരിക്കുന്ന കമീസങ്ങെടുക്കണം, യൂസുഫ് ധരിച്ചിരുന്ന കമീസങ്ങെടുക്കണം. എന്നിട്ട് ആ കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന കമീസ് ഉണ്ടല്ലോ, ആ കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫ് നബി തന്നെയാണ്. യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസിന്റെ മുൻഭാഗം കീറിയിരുന്നാൽ തെറ്റ് ചെയ്തത് യൂസുഫാ. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയുടെ ശരീരത്തിൽ കയറി പിടിക്കാൻ പോയപ്പോ സുലൈഖ വലിച്ചു കീറിയതായിരിക്കും. എന്നിട്ട് കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല, യൂസുഫ് ഇട്ടിരുന്ന കമീസിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫ് അല്ല, സുലൈഖയായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അസീസ് രാജാവ് യൂസുഫ് ധരിച്ചിരുന്ന കമീസ് എടുക്കുകയാണ്. എന്നിട്ട് കമീസ് എടുത്തു നോക്കുമ്പോ കീറിയിരിക്കുന്നത് പുറം ഭാഗമാണ്. യൂസുഫ് സുലൈഖയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് സുലൈഖ പുറകിൽ നിന്ന് വലിച്ചു കീറിയതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ രാജാവിന് മനസ്സിലാകുമ്പോ ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് പറയുകയാ, പാല് കുടിക്കുന്ന സമയത്ത്, തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത്, പക്വതയെത്തുന്ന സമയത്ത് സംസാരിച്ച നാലാമത്തെ കുഞ്ഞേതെന്നറിയുമോ? വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം തെളിയിച്ച സുലൈഖയുടെ കൊട്ടാരത്തിനകത്ത് കിടന്ന കുഞ്ഞാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
അഞ്ചാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അഞ്ചാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഞ്ചാമത്തെ കുഞ്ഞാരായിരുന്നെന്നറിയുമോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. സംസാരിച്ച അഞ്ചാമത്തെ കുഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. ഈസാ നബിയുടെ ചരിത്രം നമുക്കറിയുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു കൊടുത്ത പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒരുപാട് മുഅ്ജിസത്തുള്ള പ്രവാചകൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅതി തൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ അല്പം മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, നിങ്ങൾ അല്പം മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ. ജനങ്ങൾ മണ്ണ് വാരിയിട്ട് ഈസാ നബിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം അത് കൈകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷിയുടെ രൂപമാക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവര്, അതാ ഈസാ നബി അലൈഹിസ്സലാം ആ പക്ഷിയിലേക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ രൂപത്തിലേക്ക് ഒന്നൂതി കഴിയുമ്പോ പറവകളെ പോലെ പറന്നു പോവുകയാ. അല്ലാഹു ഒരുപാട് മുഅ്ജിസത്ത് കൊടുത്ത പ്രവാചകരാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൗഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അതാ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ്. ഈസാ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ ജനാസ കൊണ്ടുപോവുകയാണ്. ജനാസയുടെ പുറകിൽ അതാ ഉമ്മ കരഞ്ഞു കൊണ്ടുപോവുകയാ. ആകെയുള്ള മകനാണ്, ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ മരിച്ചിട്ട് അവന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ സമയമുണ്ടല്ലോ ഈസാ നബി നടന്നു വരികയാ. ഈസാ നബി ചോദിച്ചു, ആ ഉമ്മ എന്തിനാ കരയുന്നത്? ആ ഉമ്മ എന്തിനാ കരയുന്നത്? ജനങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈസാ നബിയേ, ആകെയുണ്ടായിരുന്ന മകനാ നബിയേ, ആകെയുണ്ടായിരുന്ന മകനാ നബിയേ. ആ മകൻ മരിച്ചതിന്റെ പേരിൽ വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, ഒന്ന് താഴെ വെക്കുവോ? മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മയ്യത്ത് കട്ടില് താഴെയൊന്ന് വെക്കുവോ? മയ്യത്ത് കട്ടില് താഴെയൊന്ന് വെക്കുവോ? എല്ലാവരും മയ്യത്ത് കട്ടില് താഴെ എടുത്തു വെച്ചു. എല്ലാവരും മയ്യത്ത് കട്ടില് താഴെ വെച്ചു. ഈസാ നബി അലൈഹിസ്സലാം കഫം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ കുഞ്ഞിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുൻബി ഇതിനില്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എഴുന്നേക്ക് പൊന്നുമോരെ. അള്ളാന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എഴുന്നേക്ക് പൊന്നുമോരെ. മയ്യത്ത് പൊതിഞ്ഞ് 3 കെട്ടും കെട്ടി കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയ പൊന്നുമോനെ ചാടി എഴുന്നേക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. എല്ലാവരും 4 ഭാഗത്തേക്ക് ഓടിപ്പോയി. കാരണം മയ്യത്തതാ മരിച്ച് കബറടക്കാൻ കൊണ്ടുപോയ കുഞ്ഞെഴുന്നേക്കുകയാണ്. എല്ലാവരും പേടിച്ചു വരണ്ട് ഓടിപ്പോയി. ഈസാ നബി ആ കുഞ്ഞിനോട് പറഞ്ഞു, പൊന്നുമോനെ, ചരിത്രം പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബിക്ക് അല്ലാഹു അങ്ങനെ ഒരു മുഅ്ജിസത്ത് കൊടുത്തു. വയുഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകരാ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ പറഞ്ഞു, ഈസാ നബിയേ, ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയേ, ഇതിലെന്തോ മാജിക്കുണ്ട് നബിയേ. ഞങ്ങളൊരു ഖബർ കാണിച്ചു തരാ, ഞങ്ങളൊരു ഖബർ കാണിച്ചു തരാ. അതിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ? ആ ഖബർ ആരുടെയാണെന്ന് ഇന്നീ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അറിയില്ല നബിയേ. ഈസാ നബിയെ വിളിച്ചുകൊണ്ടൊരു ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. ആ പഴക്കം ചെന്ന ഖബറിന്റെ മുകളിലേക്ക് കൈകൊണ്ടടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കുമ്പി ഇതിനില്ലാഹ്.
അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ ആ ഖബറിനകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ ചെറുപ്പക്കാരനാരാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ ഈസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിന്റെ പേരെന്താ പൊന്നുമോനെ? ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, സാമി ഇബ്നു നൂഹ്. 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാണ് ഞാൻ. ഈസാ നബി ചോദിച്ചു, മരിച്ചിട്ട് എത്ര കൊല്ലമായി സാമേ? 4000 വർഷമായി നബിയേ. മരിച്ചിട്ട് 4000 വർഷമായി. സാമിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മരണം എങ്ങനെയുണ്ടായിരുന്നു സാമേ? ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന സാമങ്ങ് കരയുകയാ. സാമിന്റെ കണ്ണ് നിറയുകയാണ്. നൂഹ് നബിയുടെ മകന്റെ കണ്ണ് നിറയുകയാണ്. വലത് കൈയെടുത്ത് കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് പറയുന്നു, ഈസാ നബിയേ, അസ്റായീൽ അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് എന്റെ തൊണ്ടയിൽ നിന്ന് റൂഹ് പിടിച്ച വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി സംസാരിച്ചത് എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഗർഭിണിയാവുകയാണ്. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായതെങ്ങനാണ്? ഭർത്താവില്ലാതെ ഗർഭിണിയായ പെണ്ണാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. മറിയം ബീബി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മറിയം ബീബിയുടെ അതാ തന്റെ നെഞ്ചിലെ കൂതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുന്ന മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്തിലേക്ക് ഊതുകയാണ്. അങ്ങനെയാണ് മറിയം ബീബി ഗർഭിണിയാവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. ഭർത്താവ് ആരെന്നറിയാതെ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഗർഭിണിയായ പിന്നെ പറയാനുണ്ടോ? എല്ലാവരും മറിയം ബീബിയെ കളിയാക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഅതത് ബിഹി ഖൗമഹാ. അല്ലാഹുവേ, ഫദാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി നടന്നു പോകുമ്പോ എല്ലാവരും ചോദിക്കുകയാണ്, ഖാലൂ യാ മറിയം ലഖദ് ജിഅ്തമൂന ശൈഅൻ ഫരിയാ. ഏ മറിയമേ, നീ വ്യഭിചരിച്ചുണ്ടാക്കിയ കുഞ്ഞാടോ? ഇതിന്റെ വാപ്പയാരാ മറിയമേ? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാവരും പരിഹസിക്കുകയാ. നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മറിയം ബീബി റളിയല്ലാഹു തആല അങ്ങനെ മിണ്ടാതെ നടക്കുകയാ. അവസാനം മറിയം ബീബി പ്രസവിച്ചു. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ അതാ പ്രസവിക്കുകയാണ്. ആ പ്രസവിക്കുന്ന സമയത്ത് ജനങ്ങൾ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅതി സൗഇൻ. അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലതായിരുന്നല്ലോ, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലവരായിരുന്നല്ലോ, ആ കുടുംബത്തിൽ ഒരു വഴിപിടച്ചവരില്ലായിരുന്നല്ലോ, എന്തേ മറിയമേ നീ മാത്രം ഇങ്ങനെ പോയത്? നീ എന്തേ വ്യഭിചാരിയായി പോയത്? നാട്ടുകാർ മുഴുവനും മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയെ പരിഹസിക്കുകയാ. സത്യമെന്തെന്ന് മനസ്സിലാക്കാതെ കളിയാക്കുകയാ. നാട്ടുകാർ മുഴുവനും നാണം കെടുത്തുകയാ. പക്ഷേ മറിയം ബീബി പതറിയില്ല, മറിയം ബീബി മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാ. ജനങ്ങൾ മുഴുവനും മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു കഴിയുമ്പോ എല്ലാവരും മറിയം ബീബിയെ കളിയാക്കുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചിട്ട്
മറിയം ബീവി പറഞ്ഞതെന്തെന്നറിയുമോ? കളിയാക്കിയവരോട്, പരിഹസിച്ചവരോട്, നാണം കടത്തിയവരോട് അല്ലാഹുവേ മറിയം ബീവി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വാസാറത്തിലൈ, കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചോദിക്കും മനുഷ്യ. കളിയാക്കിയവരോട് പറയുകയാ, ഈ കിടക്കുന്ന ചോര കുഞ്ഞിനോട് ചോദിക്കവന്റെ വാപ്പയാരാ? ഈ കിടക്കുന്ന പൊടിക്കുഞ്ഞിനോട് ചോദിക്കവന്റെ വാപ്പയാരാ? ജനങ്ങൾ പറയുന്നു മറിയമേ, കാലൂ കൈഫ തുകല്ലിമു മൻ കാന ഫീ സബിയ്യ. മറിയമേ, ഈ കിടക്കുന്ന ചോരക്കുഞ്ഞ് സംസാരിക്കുവോ? നീ എന്തേ ഞങ്ങളെ കളിയാക്കുവാടോ? നീ ഞങ്ങളെ പരിഹസിക്കുവാടോ? ഈ കിടക്കുന്ന ചോരക്കുഞ്ഞ് സംസാരിക്കില്ലല്ലോ. മറിയം ബീവി പറഞ്ഞു ചോദിക്കും മനുഷ്യരെ, ഈ കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കൂ, ഇവന്റെ വാപ്പയാരാ? ഇവന്റെ വാപ്പയാരാ? ജനങ്ങൾ മുഴുവനും ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ ഈസാ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പ്രസവിച്ചു കിടന്ന ഈസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതാ ഖുർആൻ പറയുന്നു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലഹു നബിയ്യാ. ചോരയുടെ മണം മാറാത്ത ഈസാ നബി അവിടെന്ന് പറയുകയാ, ഞാൻ ആരെന്നറിയുമോ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ പടച്ചവന്റെ അടിമയാ. ആതാനിയൽ കിതാബ് വജഅലഹു നബിയ്യാ, എനിക്ക് അല്ലാഹു കിതാബുകൾ തന്നിട്ടുണ്ട്, ഞാൻ നബിയാണെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പാല് കുടിക്കുന്ന സമയത്ത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അവിടെന്ന് പറയുകയാ, എന്റെ ഉമ്മാനാരും കളിയാക്കണ്ട, എന്റെ ഉമ്മാനാരും പരിഹസിക്കണ്ട, എന്റെ ഉമ്മാനാരും വേദനിപ്പിക്കണ്ട, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് ആ പൊടിക്കുഞ്ഞ് സംസാരിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവില്ലാതെ ഗർഭിണിയായി നടക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ കളിയാക്ക, എല്ലാരും പരിഹസിക്ക, പുറകെ നടന്നിങ്ങനെ കൂ വിളിച്ച് നാറ്റിക്ക, നിന്റെ കുടുംബക്കാരൊക്കെ നല്ലവരായിരുന്നല്ലോ, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ നടന്നു. അവസാനം പ്രസവിച്ച് കഴിഞ്ഞപ്പോ കളിയാക്കിയവരോട് പറഞ്ഞു, ഈ കുഞ്ഞിനോട് തന്നെ ചോദിക്കവന്റെ വാപ്പയാരാ? ഈ കുഞ്ഞിനോട് തന്നെ ചോദിക്കുവന്റെ വാപ്പയാരാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ച ആറാമത്തെ കുട്ടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആബിദാണ്, ആലിമല്ല ആബിദാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്താണ്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കാരവും ദിക്റും ദുആയും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വീടിനകത്തിരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മലയുടെ മുകളിൽ പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് അവിടെയാണ് നിന്ന് നിസ്കാരം, എപ്പോഴും നിസ്കാരവാ. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജെ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിക്കുന്നത്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ നിസ്കാരത്തിലാണല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മായിക്ക് വിളിക്ക് ഉത്തരം കൊടുക്കാമെന്ന് കരുതിയിട്ട് നിസ്കാരം പൂർത്തിയാക്കി. സത്യത്തിൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ആ കൈയടിച്ചിട്ട് നീ ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ എന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ഉത്തരം നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നമസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഉത്തരം നൽകണ്ട, സുന്നത്താണെങ്കിൽ ഉത്തരം നൽകണം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ തന്നെ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് വിളി കേൾക്കാന്ന് വിചാരിച്ചു. ഉമ്മ മടങ്ങിപ്പോയി. പിന്നെയും വന്നു ഉമ്മ. അപ്പോഴും വന്ന് വിളിക്കുമ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും ഉമ്മ വന്നു.
മൂന്നാമതും ഉമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതും ഉമ്മ വന്നു. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുകയാ. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. അവിടെന്ന് ചിന്തിച്ചു, അല്ലാഹ് നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്. നമസ്കാരം തീർന്നിട്ട് ഉമ്മയുടെ വിളി കേൾക്കാമെന്ന് കരുതുമ്പോ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ, ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് രണ്ട് കൈ ഉയർത്തുകയാണ്. പടച്ചവന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തുൽതു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുനിസാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മ പെങ്ങന്മാരോട്, എന്റെ പ്രിയമുള്ളവരെ, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഈ 3 പേരെങ്ങാനും നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കിട്ടുന്നത്. ഈ 3 പേര് ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്ന് നരകിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പേരുടെ ദുആ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പെങ്ങന്മാരോട്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കണം. ഈ 3 പേര് നിനക്കെതിരെ എങ്ങാനും ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്നു മരിക്കുന്നതിന് മുമ്പേ നീ നരകിച്ചിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വ്യക്തി ആരെന്നറിയുവോ? ഒന്നാമത്തെ വ്യക്തി ആരെന്നറിയുവോ? അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ഉമ്മ നമുക്കെതിരെ ദുആ ചെയ്താൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ. അത് പള്ളിയിലെ ഉസ്താദാകട്ടെ, വഅല് പറയുന്നവനാകട്ടെ, ഹാഫിളാകട്ടെ, ആലിമാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. 24 മണിക്കൂറും ഇബാദത്താ. അതാ വനത്തിന്റെ മുകളിൽ നിന്നാണ് ഒറ്റയ്ക്കൊരു തമ്പടിച്ചിട്ടൊരു വീട് കെട്ടിയിട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ടല്ലോ, വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, മോനെ ജുറൈജ്. വിളിക്കുത്തരം നൽകിയില്ല. അറിഞ്ഞുകൊണ്ടല്ല, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അള്ളാന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകാൻ, അതാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ പൊന്നുമോനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ല റബ്ബേ. ആ ഉമ്മ അല്ലാഹുവോട് പറയുകയാ, ഇവനെ നാണം കെടുത്തത് പടച്ചവരെ, ഇവനെ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ എന്റെ പൊന്നുമോനെ ജുറൈജിനെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ. ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണുണ്ടല്ലോ, ജുറൈജിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ. എന്ത് ചെയ്തിട്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടൊരു പെണ്ണ് കടന്നു വരികയാ. ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവിടുന്ന് പറയുന്നു, ജുറൈജ്
ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാണ്. നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി. എന്തിനാണ് ഈ നല്ല മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. എന്റെ പ്രിയമുള്ളവരെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഒരു പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഈ ജുറൈജാണെന്ന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ആ ജനങ്ങൾ മുഴുവനും ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് തല്ലിപ്പൊളിക്കുകയാ. അവിടുന്ന് വീട് മുഴുവനും നശിപ്പിച്ചിട്ടു. നീ കള്ളനാടാ, നീ വ്യഭിചാരിയാടാ, നീ ഇതിനകത്തിരുന്ന് ഇബാദത്തല്ല നടത്തുന്നത്, ഇതിനകത്തിരുന്ന് വ്യഭിചാരമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടു നാട്ടുകാർ മുഴുവനും പരിഹസിക്കുകയാ, നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അന്നും ഇന്നും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും കിട്ടിയാ അതിന്റെ സത്യം പോലും ഒരു മനുഷ്യനും നോക്കാറില്ലല്ലോ. ആഘോഷമല്ലേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും വ്യഭിചാരി എന്ന് മുദ്രകുത്തപ്പെട്ട് നാണം കെട്ട് പരിഹസിച്ച് തല താഴ്ത്തി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ എനിക്കൊരവസരം തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾ എനിക്കൊരവസരം തരുമോ? ഒരുപാടൊന്നും സമയം വേണ്ട. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊന്ന് സമയം തരുമോ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ഒരുപാട് പ്രാവശ്യം കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി ചേർക്കാനുള്ള ചരിത്രമാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ ഒന്നുപെടുക്കുകയാ. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ ഒന്നുപെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടുകയാ. അല്ലാഹുവേ, നമസ്കാരത്തിന്റെ സമയത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് ജുറൈജ് പറയുന്നു, അല്ലാഹ്, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാഹ്. നമസ്കാരമെന്ന് പറഞ്ഞ മുനാജത്താ പടച്ചവരെ. നമസ്കാരമെന്ന് പറഞ്ഞ അത് പടച്ചവനോടുള്ള മുനാജാത്താ. അള്ളാനോട് സംസാരിക്കണം. നമസ്കരിക്കുമ്പോ മനസ്സ് വേദനയെടുക്കുമ്പോ, നാട്ടുകാർ മുഴുവനും കളിയാക്കുമ്പോ, ഇല്ലാത്ത തെറ്റിന്റെ പേരിൽ നാണം കെടുത്തുമ്പോ ഒന്ന് നിസ്കരിക്ക ചെറുപ്പക്കാരാ. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് സംസാരിക്ക പൊന്നുപോരോ. കൈകെട്ടികെട്ട് പറയുമല്ലോ, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹുവേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ പ്രവർത്തനവും എല്ലാം നിനക്കുള്ളതാ അല്ലാഹ്. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാഹ്. എന്നെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാഹ്, എന്നെ കളിയാക്കല്ലേ അല്ലാഹ്. ഇതിന്റെ സത്യം നിനക്കറിയാമല്ലോ അല്ലാഹ്, എന്നെ സഹായിക്കണേ എന്ന് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന സർവാധിനാഥനായ പടച്ചവന്റെ മുന്നിലോ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. നമസ്കാരം കഴിഞ്ഞു. ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുകയാണ്. തന്നെ തല്ലിയ, തന്റെ വീട് തല്ലിപ്പൊളിച്ച, തന്നെ നാണം കെടുത്തിയ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആ കുഞ്ഞിനെ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ആ പെണ്ണിന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാ. തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു കൈയെടുത്തിട്ട് ആ പൊടിക്കുന്നിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ ഗുലാം മന്നബൂക.
ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിലോ കൈവച്ചിട്ട് ചോദിച്ചു, മോനെ പറയടാ നിന്റെ വാപ്പയാരാ? എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാ. കളിയാക്കിയവരും നാണം കെടുത്തിയവരും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ കുഞ്ഞു പറയുകയാ, എന്റെ വാപ്പയാരെന്നറിയുവോ? എന്റെ വാപ്പയാരെന്നറിയുവോ? ഒരു ആട്ടിടയനാണെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടേ, ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടേ. ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ട് യാത്രയാകു ചെറുപ്പക്കാരാ. കാരണം ഉമ്മയ്ക്ക് എത്ര വിലയാ പൊന്നുപോലെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്നവരുണ്ടല്ലോ, ഒരു തൊലിവെളുപ്പുള്ളവളെ കിട്ടുമ്പോ ഉമ്മാനെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മാതാപിതാക്കളിൽ ആരോടാ നബിയേ ഏറ്റവും കൂടുതൽ എനിക്ക് കടമ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമത് ആരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. മൂന്നാമത് ആരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. നാലാമത് ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. ആ സമയത്ത് ഈ സഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 പ്രാവശ്യവും ഉമ്മയുടെ പേരാണല്ലോ പറഞ്ഞത്, അതിന്റെ കാരണം എന്തേ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരോട്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ മോനെ. അന്ന് ഹോസ്പിറ്റലില്ലല്ലോ. ഇന്ന് നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോ പൊന്നുപോലെ നീ നോക്കുമല്ലോ. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന കാലമെന്ന് ഓർക്കുമോരെ. ഒന്ന് കിടക്കാൻ കഴിയുമോ? ഒന്ന് നടക്കാൻ കഴിയുമോ? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? 9.5 മാസക്കാലം നീ പ്രസവിച്ച നിന്റെ സ്വന്തം മോന് ഒരു 10 മിനിറ്റ് നിന്റെ കയ്യിൽ വെച്ചാ കൈ കിടക്കുമല്ലോ. നിന്റെ ഉമ്മ 9.5 മാസമാ ചുമന്നുകൊണ്ട് നടന്നത്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും എന്താ നിന്റെ ഉമ്മ പ്രസവിച്ചത്? ഉമ്മാൻ ഇന്നും നടുവേദന എന്തെന്നറിയുവോ? നിന്റെ ഉമ്മാൻ ഈ സമയത്തും പ്രായമായ നിന്റെ ഉമ്മ രോഗിയായി കിടക്കാനുള്ള കാരണം എന്തെന്നറിയോ? നിന്നെ പ്രസവിച്ചതാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മരണവേദന സഹിച്ചതും ഉമ്മ തന്നെയാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പട്ടിണിയാണെങ്കിലും രോഗം പിടിച്ചു കിടന്നാൽ, നോമ്പ് പിടിച്ചു കിടന്നാൽ ഈ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ഉമ്മയും തന്റെ കുഞ്ഞൊന്ന് കരഞ്ഞാ ഉമ്മാന് സഹിക്കില്ലല്ലോ. വാരിയെടുത്തിട്ട് പാല് തരുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിച്ചു. ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, മക്കളെ ശപിക്കല്ലേ ഉമ്മ. ദേഷ്യം വരുമ്പോ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ എന്റെ ഉമ്മമാര് ശപിക്കുമല്ലോ. ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ, ഇവന്റെ മയ്യത്ത് നടുറോഡിൽ നിന്ന് തുടച്ചെടുക്കട്ടെ എന്ന് ശപിക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ഒരു ദേശത്തിന്റെ പേരിൽ നീ ശപിച്ചു കഴിഞ്ഞ നാളെ നിന്റെ മക്കൾ കിടന്ന് അനുഭവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഒന്നാമത്തേത് നിന്റെ ഉമ്മയുടെ ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക്, മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാര് ദേഷ്യം വരുമ്പോ വാപ്പമാരും ഉമ്മമാരും കണക്കാ. വാപ്പമാരും ഉമ്മമാരും മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇരുന്ന് ശപിക്കും. ശപിക്കല്ലേ വാപ്പ, നിന്റെ മോനല്ലേ, നിന്റെ മോനല്ലേ. ഒരു ദേശത്തിന്റെ പേര് നീ അത് ചെയ്യും, പക്ഷെ നാളെ അവൻ കടന്ന് നരകിക്കുന്നത് നീ തന്നെ കാണണ്ടേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റൊക്കെ അവസാനം ഇൻഷാ അല്ലാഹ്, ബക്കറ്റൊന്നും എടുത്തേക്കില്ല, എല്ലാം എഴുന്നേറ്റ് ഇപ്പൊ പൊക്കളെ.
ബക്കറ്റേ എടുക്കണ്ട, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റ ബക്കറ്റേ ഉള്ളു കേട്ടാ. മുസാഫത്തൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയും വാപ്പയും ഉമ്മയെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയും, ഉമ്മാനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സഹാബി തവാഫ് കഅബയിൽ വെച്ചിട്ട് ഉമ്മാനെ തോളി വെച്ചിട്ട് തവാഫ് ചെയ്യാ. നാട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകളോളം തന്റെ ഉമ്മാനെ തോളിൽ വെച്ച് ചുമന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കഅബയെ കൊണ്ടുവന്ന് തവാഫൊക്കെ ചെയ്ത് ഉംറയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ആ സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മാനെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ചുമന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തത് ഞാനാ, എന്റെ ഉമ്മയോടുള്ള ബാധ്യത തീർന്നു. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, നിന്റെ ഉമ്മ നീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു രാത്രി ഉറക്കമൊഴിച്ചതിന് പകരമാവൂല, നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് കടന്നാലും നബിയുനാ റസൂലുള്ളാഹി. ജീവിതകാലം മുഴുവനും ഉമ്മാനെ തോളിലേറ്റിയിട്ട് നടന്നാലും ഉമ്മ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് ഉറക്കമൊഴിച്ച ഒരു രാത്രിക്ക് പകരമാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഉമ്മാനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? ഉമ്മാനെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? നമ്മളൊക്കെ വളർന്നുപോയി. നമ്മളൊക്കെ വളർന്നുപോയി, ഉമ്മയുടെ വില നമുക്കറിയില്ല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോത്തുള്ളൂ. നമ്മളോ പെണ്ണും കെട്ടി 2 മക്കളായപ്പോ പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ട് പോണ എത്ര മക്കളുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറയും. യാത്രയ്ക്ക് പോയാലും രാവിലെ കടയിൽ പോകും, ഉമ്മ ഞാൻ കടയിൽ പോകാം, ഉമ്മ ഞാൻ പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ അവിടെ പോകാം, ഇവിടെ പോകാം, ഉമ്മയോട് പറയണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ആര് വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂ? രാത്രി 10 മണിക്ക് വീട്ടിൽ കയറി പോവാ, 11 മണിക്ക് കയറി പോവാ. ഒരാൾ വഴക്ക് പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. ആരെന്നറിയാവോ? നമ്മുടെ ഉമ്മ വഴക്ക് പറയുന്നത് കേൾക്കാൻ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി പോകാ, പുറകിൽ കൂടെ വാപ്പ കാണാതെ പുറകു സൈഡിലൂടെ കയറി പോകുമ്പോ ഉമ്മ വാതിൽ തുറന്നിട്ട് പറയും, അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് രാത്രി വരിക എന്ന് പറഞ്ഞിട്ട് ഉമ്മ 2 വഴക്ക് പറയാറുണ്ട്. അപ്പോഴും നമ്മൾ ചിരിക്കും. കാരണം എന്തേ? ഉമ്മ അത് പറയുന്നത് കേൾക്കാൻ എന്ത് രസമെന്നറിയോ? ഉമ്മ വഴക്ക് പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു സുഖമാണ്. പക്ഷേ ആ ചോദ്യം നമ്മുടെ ഭാര്യ ചോദിച്ചാലോ? രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇവള് ചോദിക്കുക, കറങ്ങി നടന്നിട്ട് വരികയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടിക്ക് തറയിട്ട് കളയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മ ഏതാണ്? ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുന്ന സമയത്ത് ഉമ്മാനോട് ചോദിച്ചു, എന്ത് വേണം ഉമ്മ, ഞാൻ തിരിച്ചു വരുമ്പോ എന്ത് കൊണ്ടുവരണം? ഉമ്മാൻ എന്താ വേണ്ടത്? ഞാൻ തിരിച്ചു വരുമ്പോ എന്ത് കൊണ്ടുവരണം ഉമ്മ? ആ സമയത്ത് പറഞ്ഞു, മോനെ ലുഖ്മാനെ, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. ഉമ്മാന് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ, അതിനെന്തിനാ ഞാൻ പോയിട്ട് വരുന്നത് വരെ കാത്തിരിക്കണേ? ഞാൻ പോയിട്ട് വരുന്നത് വരെ എന്തിനാ എന്റെ ഉമ്മച്ചി കാത്തിരിക്കണ? സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? മുന്നിലിരുന്നു കാലു പൊക്കുമ്മ, വലത് കാല് പൊക്കി ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണിങ്ങനെ വാരിയെടുത്ത് ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലുണ്ട് ചങ്ങായിമാരെ, നമ്മുടെ വീട്ടിലുമുണ്ട്. ഉമ്മയെ സ്നേഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു സഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു, ആരായി ഖുർആൻ ഓതുന്നത്? സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് മുകളിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാബിയെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാ ജിബ്രീലെ? അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരാ? ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, അങ്ങയുടെ സഹാബിയാ നബിയെ, അങ്ങയുടെ സഹാബിയാ നബിയെ. ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സഹാബിക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? കദാകൽ ബിറു, തന്റെ ഉമ്മയ്ക്ക് ഗുണം ചെയ്തത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, 3 പേരുടെ ദുആ സൂക്ഷിക്കണേ. രണ്ടാമത്തെ ദുആ ആരുടെ ദുആ എന്നറിയുവോ? ഉസ്താദന്മാരുടെ ദുആ സൂക്ഷിക്കണേ. ഗുരുനാഥന്മാരുടെ ശാപം വാങ്ങിവെക്കല്ലേ, നിനക്കൊരു നല്ല യാത്ര കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താദന്മാരുടെ ശാപം വാങ്ങിവെക്കരുത്. ഉസ്താദന്മാരെയൊക്കെ തല്ലിയവരുണ്ട് പലരും. ഉസ്താദന്മാരെ നാട്ടുകാരുടെ മുന്നിലിട്ട് തല്ലിയവരുണ്ട്, ചീത്ത വിളിച്ചവരുണ്ട്. ബേക്കലുകാരൊക്കെ ചിലപ്പോൾ അറിയാം. അങ്ങനെ ചെയ്ത ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്ക് എങ്ങനെയാ മരിച്ചതെന്ന്.
ഞാൻ നിങ്ങളാരെയും കുറ്റപ്പെടുത്തിയെന്നല്ല, മനസ്സിൽ ചിന്തിച്ച് നോക്ക്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിലൊക്കെ കമ്മിറ്റി കയറി കഴിയുമ്പോൾ ഉസ്താമാരൊക്കെ വരച്ച വരെ നിർത്തും. ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോടാ, തല്ലും കൊടുത്ത് പറഞ്ഞു വിടും, ചീത്ത വിളിക്കുമൊക്കെ. അങ്ങനെ വിളിച്ചിട്ട് നടന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ഈ ദിവസം വരെ നല്ല രീതിയിൽ മരിച്ചിട്ടുമില്ല. ഖിയാമത്ത് നാൾ വരെ മരിക്കുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉസ്താദന്മാരുടെ ദുആ സൂക്ഷിക്കണം. 3 ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയമല്ല. 3 ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അത് വല്ലാത്ത ദുആയ. ആക്രമിക്കപ്പെട്ടവൻ മനസ്സ് നൊന്തിട്ട് ആരെങ്കിലും ഒരാൾക്കെതിരെ ദുആ ചെയ്ത 41 ദിവസത്തിന് മുകളിലേക്ക് നീ പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മക്കളെ, മനസ്സറിഞ്ഞിട്ട് ഒരാൾ ദുആ ചെയ്ത, അത് ആരുമാകട്ടെ, ഉസ്താദാവണമെന്നൊന്നുമില്ല, ഉസ്താദാകണമെന്നൊന്നുമില്ല, 5 നേരം നിസ്കരിച്ച് അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞിട്ട് ഒരുത്തനെ പ്രാവിയ 41 മുകളിൽ നീ എത്തില്ലെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആക്രമിക്കപ്പെടുന്നവന്റെ ശാപം അത് വല്ലാത്ത ശാപവാ. അത് വെറുതെ വാങ്ങി വെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് കുഞ്ഞായിരുന്ന സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത്, അങ്ങനാണല്ലോ ഞാനിത് പറയാൻ കാരണം, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയും എല്ലാവരും ആഘോഷമാണ് അല്ലേ നമുക്കൊക്കെ. ഞാനിപ്പം ചെറുപ്പക്കാരനല്ലേ, എനിക്കിതൊന്നും അറിയില്ല. ഇങ്ങനെ നമ്മളൊക്കെ ഇപ്പൊ പണം പേടിച്ച് പ്രസംഗിക്കുന്നവനാ. അവൻ ലോഡ്ജിലേ താമസിക്കൂ, AC വണ്ടിയിലേ പോകൂ, പെണ്ണ് ഇനി 2ാമത് പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടി പറ, അൽഹംദുലില്ലാഹ്, എനിക്കിപ്പോ ആരോടും പരാതി പറയാനൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക മനുഷ്യന്മാരെ, ഈ മക്കാമി കിടക്കണ സാധാരണ മനുഷ്യനാ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ കിടക്കണ മഹാൻ സാധാരണ മനുഷ്യനാ? കഴിയില്ല. ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ അതിനൊരു യോഗം വേണം. ഇവിടെ വന്ന് ഈ മക്കാമിൽ കിടക്കുന്ന സയ്യിദ് അവറുകളെ ഉറൂസിന് ഇവിടെ വന്ന് വഅദ് പറയണമെങ്കിൽ അതിന് ഒരു യോഗം വേണം. വൃത്തികെട്ടവന്മാരെ ഇവിടെ കൊണ്ടുവരൂല. വൃത്തികെട്ടവരെ, ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്തവരെ ഇവിടെ കൊണ്ടുവരൂല. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരോടും പരാതി പറയാനൊന്നും എനിക്കില്ല, ഒരു വെക്കുന്ന ആവശ്യമൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹിനോട് പറയാ, നിസ്കരിക്കുക, ദുആ ചെയ്യുക, അള്ളാഹിനെ ഏൽപ്പിക്കുക, അത്ര തന്നെ. നമുക്കിപ്പോ ഞാനിപ്പോ എല്ലാവരോടും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കൂ? എന്നെ കുറിച്ച് ഒരു അപവാദം വന്നാൽ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. എനിക്കിപ്പോ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, നട റോഡിൽ കടന്ന് തല്ലിയാലും വെട്ടിക്കൊന്നാലും എനിക്ക് ആരെങ്കിലും ഒന്ന് കൊന്നാ മതി. ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ഇപ്പൊ ആരെങ്കിലും റോഡിലിട്ട് വെട്ടിക്കൊന്നാൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്തേ, അവിടെ കിടന്ന് മരിച്ച ഷഹീദിന്റെ കൂലി കിട്ടും. ഞാൻ അതിനു വേണ്ടിയാ ജീവിക്കണേ. നമ്മളൊക്കെ ജീവിക്കണം എന്തിനു? മുസ്ലിമായിട്ട് മരിക്കുമ്പോ ഈമാനോട് കൂടി ജീവിക്കാൻ. ആരെങ്കിലും ഒന്ന് ചെയ്താൽ, വീട്ടിൽ കിടന്ന് മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ വല്ലവനൊക്കെ എവിടെങ്കിലും ഇട്ട് വെട്ടിക്കൊന്നാലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിച്ചാൽ നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമല്ലോ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സംസാരിച്ച 5-6ാമത്തെ കുഞ്ഞ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സത്യാവസ്ഥ ബോധിപ്പിച്ചു കൊടുത്ത കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത കുഞ്ഞേതെന്നറിയുമോ? ഒരു ഉമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹദീസിൽ കാണാൻ അതാ ഒരു ഉമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഉമ്മ തന്റെ ചൂരക്കുഞ്ഞിനിങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തതാ കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. ഒരു കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ, പടച്ചവരേ അല്ലാഹുവേ, കുതിരയുടെ മുകളിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ ഇരുന്ന് പോവുകയാണ്. ആ സമയമാ ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ല ഹാദാ. ആ ഉമ്മ ദുആ ചെയ്യുന്നു, ഈ കുതിരയുടെ മുകളിലിരുന്ന് പോകുന്ന മനുഷ്യനെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്യുകയാ. ഉടനെ എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞുമ്മയുടെ മാറിടത്തിൽ നിന്ന് വായെടുത്തു മാറ്റുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ വന്നു നോക്കി, എന്നിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് ആ കുഞ്ഞു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹാദാ. ഇവനെ പോലെ എന്നെ നീ ആക്കല്ലേ അല്ലാ.
ഉമ്മ അത്ഭുതത്തോടെ ഇരിക്കുകയാ. കുതിരയുടെ മുകളിൽ പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് എന്റെ മകനെ അതുപോലെ ആക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ പോകുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഉമ്മയുടെ മാറിടത്തിൽ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞ് അവനെ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, എന്നെ ഇവനെ പോലെ ആക്കല്ലേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞ് പിന്നെയും പാല് കുടിക്കുകയാ. അതാ കുറെ സമയം കഴിയുമ്പോ നാട്ടുകാര് മുഴുവനും വ്യഭിചാരി എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്, ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ്. ആ സമയത്തും ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹദാ, ഇവളെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കല്ലേ അല്ലാ. ഈ വ്യഭിചാരിയെ പോലെ, ഈ വൃത്തികെട്ടവളെ പോലെ എന്റെ കുഞ്ഞിനെ നീ ആക്കല്ലേ എന്ന് ഉമ്മ ദുആ ചെയ്യുമ്പോ ഈ പാല് കുടിക്കുന്ന കുഞ്ഞു പാലുകുടി നിർത്തുകയാണ്. ആ ഓടി പോകുന്ന പെണ്ണിനെ വന്ന് നോക്കിയിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞു ദുആ ചെയ്യുന്നു, അല്ലാ ഈ പെണ്ണിനെ പോലെ എന്നെ നീ ആക്കണേ അല്ലാ. ഉമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു, മോനെ അങ്ങനെ പറയാ കാരണമെന്താ? ഈ വൃത്തികെട്ടവളെ പോലെ ആക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, ഉമ്മ ഇവള് സാലിഹത്തായ പെണ്ണാ ഉമ്മ, അവള് തെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇവര് പരിഹസിക്കുന്നത്. ഇവള് ഈ പെണ്ണിനെ കല്ലെറിയുന്നവള്, അവൾ അല്ലാഹു ഇഷ്ടപ്പെട്ട പെണ്ണാണ്, എന്നെ അതുപോലെ ആക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു. പക്ഷേ ഉമ്മ കാണിച്ച മനുഷ്യനുണ്ടല്ലോ, അവൻ അഹങ്കാരിയാ ഉമ്മ. അല്പം പണം കിട്ടിയപ്പോ അവന് പടച്ചവന് മറന്നവനാണുമ്മ. അവനെ പോലെ എന്നെ ആക്കല്ലേ എന്നാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്തതെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ കുഞ്ഞതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്. അതാ എട്ടാമത്തെ കുഞ്ഞാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മഹ്ദി മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോരാ, മാസിത്ത ബീബിയുടെ പൊന്നുമോരാ. എന്റെ പ്രിയമുള്ളവരെ, മാസിത്തയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാണ് മാസിത്ത. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. അവസാനം മൂസാ നബി പറഞ്ഞു കൊടുക്കുന്നു, മാസിത്ത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവരെ, രാജാവിന്റെ പൊന്നുമകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പെടുക്കുന്ന സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അവിടെന്ന് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ട് ചീപ്പെടുക്കുകയാ. ഫിർഔനിന്റെ മകള് കേൾക്കുകയാ. ഫിർഔൻ അറിയുകയാ, കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്നറിഞ്ഞാൽ അതിനേക്കാളും നാണക്കേടില്ലല്ലോ. എന്തെല്ലാം പറഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല. അവസാനം രോധാ തിളച്ചുമറിയുന്ന എണ്ണയുണ്ടാക്കുകയാണ്. വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചിട്ട് മാസിത്ത ബീവി അതിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത്ത മടങ്ങി വരുവോ? മാസിത്ത ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. ഒന്നാമത്തെ 7 വയസ്സ് പൂർത്തിയായ തന്റെ പൊന്നുമോള് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ മാസിത്ത? മാറ്റമുണ്ടോ മാസിത്ത? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചിട്ട് യാത്രയാക്കുകയോ. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട്
വെച്ചിട്ട് കരിക്കുകയാ. മൂന്നാമതെന്റെ പ്രിയമുള്ളവര് 7 മാസം പ്രായമുള്ള പാല് കുടിക്കുന്ന പൊന്നുമോനെ കൊണ്ടുവരികയാണ്. എണ്ണയുടെ മുകളില് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, മാസിത്താ, മാറ്റമുണ്ടോ മാസിത്താ, മാറ്റമുണ്ടോ മാസിത്താ? എന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന കുഞ്ഞാണല്ലോ. മാസിത്ത ബീബി ഒന്ന് പതറിപ്പോയി, കണ്ണ് നിറഞ്ഞു പോയി, നിന്ന് കരയുകയാണ്. ആ സമയത്ത് മാസിത്ത ബീവിയുടെ 7 മാസം പ്രായമുള്ള പൊന്നുമോ അവിടെന്ന് പറയുന്നു, കരയല്ലേ ഉമ്മാ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ, എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇസ്ലാം വലിച്ചെറിയല്ലേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് എന്നെയൊന്ന് യാത്രയാക്കുമ്മാ. പക്ഷേ അപ്പോഴും നിന്ന് കരയുകയാ. ആ സമയത്ത് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ തിളയ്ക്കുന്ന എണ്ണ എത്രയോ നിസാരമാവുമ്മ, അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമുമ്മ. പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാൻ കഴിയില്ല ഉമ്മ. എന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന സമയത്ത് സംസാരിച്ച 8ാമത്തെ കുഞ്ഞ് മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റ് എടുത്തതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേറെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി, ആ മദ്രസയ്ക്ക് വേണ്ടി അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനൊരു മദ്രസയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇറങ്ങി പോകുമ്പോൾ ഒന്ന് നോക്കാം. ആ മദ്രസയുടെ വരുമ്പോൾ ആ മദ്രസ കെട്ടുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടിയിൽ നിന്ന് പൈസ പിരിക്കുന്നത്. ഇതിനകത്ത് എത്ര രൂപ ബാക്കി വന്നാലും അതിനുവേണ്ടി ചിലവഴിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കൊടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സദക്ക ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്ക് സഹോദരങ്ങളെ. കാരണം വേറെ ഒന്നും വേണ്ട, വയലിന്റെ ആവശ്യം ഒന്നും വേണ്ട, നരകവോ മരണവോ ഖബറോ ഒന്നും പറയണ്ട. ഒറ്റ കാര്യം ഓർത്താ മതി. എല്ലാവരും മരിച്ചു വീട്ടിൽ പോകുന്നവര്, എല്ലാവരും പോയിട്ടില്ല മരിച്ചു വീട്ടിൽ. ഞാനും ഇപ്പൊ ഇന്ന് വയത് കഴിഞ്ഞിട്ട് എനിക്കൊരു മരിച്ചു വീട്ടിൽ പോകണം. അള്ളാഹുവേ, 21 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ, അള്ളാഹു നിങ്ങളുടെ നാട്ടുകാരനാണ്. വാപ്പ കുറച്ചു നാൾ മുമ്പ് പെട്ടെന്ന് മരണപ്പെട്ടു. ആ പൊന്നുമോൻ പടച്ചവനെ ബസ് വന്ന് ബൈക്കിലിടിച്ചിട്ട് ആ പൊന്നുമോൻ യാത്രയായി. നാളെ രാവിലെ സുബഹി കഴിയുമ്പോൾ ആ പൊന്നുമോന്റെ ജനാസ കൊണ്ടുവരും. അള്ളാഹു ആ പൊന്നുമോന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകെ ഉണ്ടായിരുന്ന പൊന്നുമോന് പോയ വേദനയിൽ കഴിയുന്ന ഉമ്മയുടെ കണ്ണീരിന് പകരം അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിച്ച വീട്ടിൽ പോകുന്നവരാ. ഈ വഅദ് പറയുന്ന ഞാൻ മരിച്ചെന്ന് സങ്കല്പിക്കാം. ഇന്ന് ഈ സദസ്സിൽ നിന്നിങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീണങ്ങോ മരിച്ചുപോയെന്ന് സങ്കല്പിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാർ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മരിക്കാനല്ലേ ദുആ ചെയ്യണേ? നിങ്ങൾ മരിക്കാനല്ലേ? ഞാൻ മരിക്കാൻ വേണ്ടിയല്ലേ ദുആ ചെയ്ത്? അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പോലെ പറഞ്ഞോ, നിങ്ങളുടെ ആരുടെയെങ്കിലും ആമീൻ സ്വീകരിച്ചാലോ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ? ഇവിടെ നിന്ന് മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും. ഇവിടെ ഇരുന്ന് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ കിടന്ന് മരിച്ചാൽ കിട്ടൂല. വീട്ടിൽ കിടന്ന് മരിച്ചാൽ കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ മരിച്ചു. ഈ ചങ്ങായിമാരെല്ലാം കൂടെ ചിലപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് തിരുവനന്തപുരം വരെ എന്നെ ഒന്ന് കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയി വീടിനകത്ത് ഇടുമ്പോ പടച്ചോനെ, ഞാൻ എന്റെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിച്ചാൽ മതി. എല്ലാവരെയും വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിനകത്ത് ഇങ്ങനെ കടത്തിയിരിക്കുമ്പോ എല്ലാരും കരയും. പാപ്പ കരയും, ഉമ്മ കരയും, ഭാര്യ കരയും, കൂടപ്പുറപ്പുകൾ കരയും, കൂട്ടുകാർ കരയും, ബന്ധുക്കളൊക്കെ കടന്ന് വല്ലാത്ത കരച്ചല. നമ്മുടെ ഭാര്യയും കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണേ? നമ്മുടെ ഭാര്യ കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണേ? ചിരിക്കല്ലേ, ചിന്തിക്കാനാ പറയണേ. എന്റെ ഭാര്യ എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയാം? എല്ലാവരുടെ ഭാര്യമാരും ഒരു കാര്യം പറഞ്ഞിട്ടാ കരയണേ. നിന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിനകത്ത് കടത്തിയിരിക്കുമ്പോ നിന്റെ ഭാര്യ നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ, എനിക്ക് എന്റെ മക്കൾക്ക് ഇനി ആരാ അല്ലാ ഉള്ളത്? എന്താ പറയണേ? എനിക്കും എന്റെ മക്കൾക്കും ഇനി ആരാ അല്ലാ ഉള്ളത്? കാരണം ഇന്നലെ വരെ അവക്ക് തിന്നാൻ കൊടുത്ത് നമ്മളായിരുന്നു, നാളെ മുതൽ അവൾ ആരുമില്ല.
അവൾ അപ്പോഴും അവളുടെ കാര്യമാണ് പറയണേ. സത്യത്തിൽ അവൾക്ക് എല്ലാവരും ഉണ്ട്. എന്റെ ഭാര്യയ്ക്ക് അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, എന്റെ മകനുണ്ട്, ബന്ധുക്കളുണ്ട്, എന്റെ വീട്ടുകാരുണ്ട്. പക്ഷെ സിറാജിന് ആരുണ്ട്? ആരുമില്ല. പള്ളിക്കുടി ഒറ്റയ്ക്ക് പോവാ. എന്റെ കൂടെ ആരും വരില്ല. എന്റെ വാപ്പ വരില്ല, എന്റെ ഉമ്മ വരില്ല, എന്റെ ഭാര്യ വരില്ല, എന്റെ സിനാൻ വരില്ല. അല്ലാഹുവേ, ആരാരും വരില്ല. സിറാജ് ഒറ്റയ്ക്ക് ആരുടെ മണ്ണിനകത്തേക്ക് പോകുന്നവനാണല്ലോ. എന്റെ ഭാര്യ സത്യത്തിൽ പറയേണ്ടതെന്ത്? അല്ലാഹുവേ, എന്റെ ഇക്കയ്ക്ക് നീ ആരാ ഉള്ളത്? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എനിക്ക് തന്നല്ലോ, അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് തന്നല്ലോ, അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രം പോലും പടച്ചവരെ എനിക്ക് തന്നിട്ട് ഇന്ന് വരെ ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുണിയിൽ എന്റെ ഇക്കാനെ കൊണ്ടുപോവുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പോകേണ്ടവരാ. നിങ്ങളുടെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങളുടെ ഉമ്മച്ചി പോയല്ലോ, എന്ത് കൊണ്ടുപോയി? ബേക്കൽ പള്ളിയിൽ എത്രയോ പേരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കി. ഒരു മനുഷ്യനും ഇന്ന് വരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകുകയുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഈ കിടക്കുന്ന മഹാന്റെ ഉറൂസ സഹോദരങ്ങളെ, ഞാൻ എന്റെ വഅദ് നിർത്തുകയാണ്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അല്ലാഹുവേ, 6 അടി മണ്ണിലേക്ക് യാത്രയാകുമ്പോ, 6 അടി മണ്ണിലേക്ക് ഞാൻ എല്ലാം കളഞ്ഞിട്ട് പോകുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് പോകണമല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് പൊന്നുമോനെ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവർക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു തരാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അർഹമുറഹീമായ അല്ലാ, കരുണയുള്ള അല്ലാ, ദയാലുവായ അല്ലാ, പടച്ചവനെ, ആരല്ല ഈ മദ്രസയ്ക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി സദഖ ചെയ്യുന്നു, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കടേ പടച്ചവര്, ഒരു നല്ല മരണം കൊടുക്കടേ പടച്ചവര്. വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരണവേദന അറിയാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിലൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആണുങ്ങൾക്കൊന്നും ബക്കറ്റില്ലേ? ഇൻഷാ അല്ലാഹ് എന്തേ എടുത്തോ? ഇൻഷാ അല്ലാഹ് ആണുങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് ഉണ്ടോ? പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങൾക്ക് മുസാഫത്തൊന്നും ഇല്ല. പെട്ടെന്ന് ബക്കറ്റ് എടുത്തു. മുസാഫത്തൊന്നും ഇല്ല. അതൊക്കെ വലിയ വലിയ ഉസ്താമാര്, നമ്മളൊക്കെ വെറും അത്തപ്പാടികൾ, മുത്തല്ലിം. നമ്മുടെ കയ്യിൽ എന്ത് മുസാഫത്ത്? അല്ലാഹു അഅലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കും. ഇതിപ്പോ ബക്കറ്റ് ഇടേ ചങ്ങായിമാർ ആരെങ്കിലും ഉണ്ടേ ബക്കറ്റ് പെട്ടെന്ന് എടുത്തു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. ഇന്ന് പോവല്ലേ, ഇന്ന് രാത്രി പോവാ. നാളെ ആരുമില്ല. നാളെ പള്ളി കാട്ടി കിടന്ന് വഴുത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും. പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് ഒരു നല്ലത് ചെയ്തിട്ട് പിരിയും. അവസാനമായിട്ട് ജീവിതത്തിൽ ഒരു നല്ലത് ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കൈയിട്ടെ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സദഖ കൊടുക്കുന്ന എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റിൽ പൈസ ഇട്ടവർക്ക് കിട്ടുന്ന 3 പ്രതിഫലം പറഞ്ഞു നിർത്താം. ബക്കറ്റിൽ പൈസ ഇട്ടവർക്ക് കിട്ടുന്ന 3 പ്രതിഫലം. പ്രതിഫലം കേട്ട് കഴിയുമ്പോൾ കൊടുക്കാത്തതിന്റെ പേരിൽ മനസ്സ് വേദനിക്കരുത്. അതുകൊണ്ട് കൊടുത്തോ. 3 പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാര്, സഹോദരിമാരൊക്കെ പ്രസവ വേദന അനുഭവിച്ചവരാ. പ്രസവ വേദന മരണത്തിന്റെ വേദനയാണെന്ന് നാവ് കൊണ്ട് പറയുന്നവരാ. അതുകൊണ്ട് നിനക്ക് മരണവേദന അറിയാം. ആ മരണവേദന അള്ളാഹു നിനക്ക് കുറച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ ബക്കറ്റിനകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയിടുവോ. അല്ലാഹുവേ, പടച്ചവനെ, ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയാട്. എല്ലാവരും മദ്രസയിൽ പഠിക്കാൻ വരുമ്പോൾ തുടങ്ങുന്നത് ഫാത്തിഹ ഓതിയിട്ടാ ചെറുപ്പക്കാരാ.
അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങുന്നത്. അവസാന പിരിയുമ്പോ 3 സ്വലാത്ത് പറയുമല്ലോ. ആ സ്വലാത്തിന്റെയും ആ ഫാത്തിഹയുടെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്താനുള്ള വഴിയാണ്. നമ്മളെ എല്ലാവരും മറന്നുപോയാൽ ഈ മദ്രസ എത്ര കൊല്ലം നിലനിൽക്കുന്നു, അതിനകത്ത് ആരെല്ലാം പഠിച്ചിട്ട് ഖുർആൻ ഓതുന്നു, അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ, ബേക്കൽ മഖാമിന്റെ ഉറൂസാട് ഈ മഹാരഥന്റെ മഖാമിന്റെ മുന്നിലിരുന്നു കൊണ്ട് പടച്ചവരെ ആരെല്ലാം സദഖ കൊടുക്കുന്നു, അല്ലാഹു അവർക്ക് തരുന്ന 3 പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവേ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണവേദന സഹിക്കാൻ കഴിയാതെ പടച്ചവരെ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കാല് ചലിപ്പിക്കണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല, കൈകാലുകൾ ഇട്ടടിക്കണമെന്ന് വിചാരിച്ചാലും കഴിയില്ല. കാരണം 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാ. അതുകൊണ്ടാണ് മരണവേദന സഹിക്കാൻ കഴിയാതെ പലരും കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നത്. എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് വിളിച്ചു കൂവുമ്പോ, സദഖ കൊടുത്ത വാപ്പയോട് അസ്റായീൽ ചോദിക്കുകയാ, സദഖ കൊടുത്ത മനുഷ്യരോട് അസ്റായീൽ ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. പടച്ചവനെ, ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന, നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് പടച്ചവരെ ഒരു കല്ലിന്റെ പൈസയെങ്കിലും കൊടുത്തവര് സക്കറാത്തിന്റെ അവസ്ഥയിൽ കടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ നീ പൊട്ടിക്കരയുന്ന സമയത്ത് അസ്റായീൽ നിന്നോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കുമോരെ, വാബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം, ഇതാണ് നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം. ഈ സ്വർഗത്തിലേക്കൊന്ന് നോക്ക്, ഇതിലേക്ക് നോക്കിയാൽ മരണവേദന നിനക്ക് അറിയില്ല. ഇതിന്റെ സുഖത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാണ്. ആ സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അല്ലാഹുവേ, മലക്ക് നിന്റെ റൂഹ് പിടിക്കുകയാ. അല്ലാഹുവേ, ഇൽമിന്റെ സദസ്സിൽ കൊടുത്ത, ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള ഭാഗ്യമോ. അല്ലാഹു മരണവേദന കുറച്ചു തരും പെങ്ങള്, അല്ലാഹു മരണവേദന കുറച്ചു തരും പെങ്ങള്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബേക്കൽ പള്ളിയുടെ മഖാമിൽ നിന്ന് ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് പോവുകയാ. എങ്ങനെയാണ് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്? പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞു നടന്ന് കുഷ്ഠരോഗിയെ പോലെ മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പടച്ചവന്റെ കോടതിയിലേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമ്പോ, അല്ലാഹുവേ, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവര് ഖബറിനകത്ത് നിന്നെഴുതേക്കുകയാ, അവര് ഖബറിനകത്ത് നിന്നെഴുതേക്കുകയാ, അവര് പറവകളെ പോലെ പറക്കുകയാ, അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ, മഹ്ശറയുടെ മുകളിലൂടെ പറവകളെ പോലെ പറന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, അതാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന മനുഷ്യരെ കാണുമ്പോ അവിടുന്ന് ചോദിക്കുകയാ, നിങ്ങളാരാ, നിങ്ങളാരാ? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്.
സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങളെ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? പറക്കണ്ടേ ചെറുപ്പക്കാരാ. നാളെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. തലയുടെ മുകളിൽ സൂര്യുദിച്ച് നിന്നിട്ട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറ് ഉരുകി വലിക്കുന്ന പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. പ്രസവിക്കുന്ന കുഞ്ഞ്, അല്ലാഹുവേ, പാല് കൊടുക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഓടിയൊളിക്കുന്ന ദിവസമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ച പ്രസവ വേദന അറിയാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും തന്റെ അനുയായികൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് 70,000 ചങ്ങലകളിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. സ്വന്തം മക്കൾ അല്ലാഹുവോട് വാപ്പയെ കാണിച്ചിട്ട് പറയുന്നു, അല്ലാ, എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തിന്മകൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാന നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. പൊന്നുമോള് പടച്ചവരോട് പറയുന്നു, നാഥാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു പടച്ചവര്, എന്റെ ഉമ്മാനമൊന്ന് മലത്തിക്കടത്തിത്താ അല്ലാ, അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. പടച്ചവന്റെ പരലോകത്തുകൂടെ പറവകളെ പോലെ ഒരു വിഭാഗം ജനങ്ങൾ പറന്ന് പറന്ന് സ്വർഗത്തിലെത്തുകയാ. അവരാരെന്നറിയുവോ? അവരാരെന്നറിയുവോ? പടച്ചവന്റെ പള്ളിക്ക് കൊടുത്തവര്, മദ്രസയ്ക്ക് കൊടുത്തവര്, യതീമീങ്ങളെ സഹായിച്ചവര്, രോഗികൾക്ക് വേണ്ടി കൊടുത്തവര്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. നാളെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിലാ. മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? വലകാഹു നളറതം വസുറൂറാ. അല്ലാഹ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിനക്ക് നിന്റെ റബ്ബിനെ കാണണ്ടേ. നിന്റെ ഉമ്മയ്ക്കാൽ നിന്നെ സ്നേഹിച്ച, നിന്റെ വാപ്പയേക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലെ സഹിക്കാൻ കഴിയാത്ത, നിനക്ക് സമ്പത്ത് തന്ന, വീട് തന്ന, പണം തന്ന, മക്കളെ തന്ന, ഭാര്യയെ തന്ന, ആരോഗ്യം തന്ന, കയ്യും കണ്ണും കാലും കരളും എല്ലാം നിനക്ക് തന്ന നിന്റെ റബ്ബിനെ നിനക്കൊന്ന് കാണണ്ടേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലകാഹു നളറതം വസുറൂറാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവെ കാണുന്നവരാ. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവെ കാണുന്നവരാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? ഈ മദ്രസയ്ക്ക് വേണ്ടി നീ ലക്ഷങ്ങൾ കൊടുക്കണ്ട, നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. നിന്റെ വീടിന്റെ ബാത്റൂം ഉണ്ടല്ലോ, അതിനകത്തിട്ടിരിക്കുന്ന ടൈലിന്റെ വില നിനക്കറിയുമല്ലോ. നിന്റെ ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന ടൈലിന്റെ വില നിനക്കറിയുമല്ലോ. ആ ടൈലിന്റെ വിലയെങ്കിലും അല്ലാഹുവേ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ. നിങ്ങളും ഇവിടെ പഠിച്ചവരല്ലേ, നിങ്ങളും ഇവിടെ പഠിച്ചവരല്ലേ. പഠിച്ചവരെ, ഈ സ്ഥാപനം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ജാരിയായ സദഖയാ. ഇല്ലെന്ന് പറയല്ലേ വാപ്പാ, ഇല്ലെന്ന് പറയല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹു ഒരുപാട് അനുഗ്രഹം ചെയ്ത പെണ്ണുങ്ങളല്ലേ, നിനക്കല്ലേ മരണവേദന എന്താണെന്നറിയോ? പെങ്ങളെ, നിനക്ക് മരണവേദന എന്താണെന്നറിയോ? ലോകത്ത് ഒരാണിനും മരണവേദന അറിയില്ല പെണ്ണേ.
ഒരുപാട് പ്രാവശ്യം പ്രസവിച്ചവളല്ലേ, ആ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണവേദന. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഒരു സദക്ക ചോദിച്ചു നിർത്തുകയാ. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ മഖാമിന്റെ മുന്നിൽ 50 കൊല്ലത്തെ പാപം പുറത്തു തരുന്ന സൂറത്ത് ഓതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് കരഞ്ഞു ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൊടുത്ത അല്ല തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. ഒന്ന്, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. 2, അള്ളാന്റെ മുന്നിൽ എല്ലാവരും നിന്ന് ഉരുകുന്ന ദിവസം ഒരു പറവയെ പോലെ പറന്ന് സ്വർഗത്തിലെത്താറുള്ള ഭാഗ്യവാ. 3, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്നെ പടച്ച റബ്ബിനെ ഒന്ന് കാണണ്ടേ, ഈ കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണ്ടേ. ഒരുപാട് പാപം കണ്ട കണ്ണല്ലേ, അല്ലാഹനെ കാണാൻ കഴിയില്ല മനുഷ്യ. പരലോകത്ത് വെച്ച് അല്ലാഹനെ കാണാൻ കഴിയില്ല. അല്ലാഹനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണ്ടേ വാപ്പാ. അതുകൊണ്ട് അല്ല നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് അതിന്റെ 100ൽ ഒരേ ഒരംശം ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ഈ മഖാമിന്റെ മുന്നിൽ എത്ര പേരെ എനിക്ക് പടച്ചവൻ കൊണ്ടു തന്നിട്ട് ഒന്ന് ചോദിക്കാത്തതെന്തേ സിറാജ് എന്ന് പടച്ചവൻ എന്നോട് ചോദിച്ചാ പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു അമലും എന്റെ കയ്യിലില്ല. ചിലപ്പോ ഈ മദ്രസയ്ക്ക് വേണ്ടി പൈസ ചോദിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ല എനിക്ക് സ്വർഗം തന്നാലോ. എന്റെ പ്രിയമുള്ളവരെ, 6 അടി മണ്ണിനകത്ത് പോകുമ്പോ ആര് വരും ചെറുപ്പക്കാരാ? 6 അടി മണ്ണിനകത്ത് പോകുമ്പോ കൂടെ നിന്നവൻ വരില്ല മോനെ, പ്രോത്സാഹനം തന്നവൻ വരില്ല മോനെ, കളിയാക്കിയവൻ വരില്ല മോനെ, കൈയടിച്ചവൻ വരില്ല മോനെ. ആരാരുമില്ലാതെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അല്ലാഹുവേ 6 അടി മണ്ണിനകത്ത് കൊണ്ട് വെക്കുന്ന ദിവസം വിദൂരമല്ല ചെറുപ്പക്കാരാ. 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാ ഞാൻ പോകുമ്പോ എന്റെ ഉപ്പാനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്റെ ഉപ്പാനെ എനിക്കൊന്ന് സ്വപ്നം കണ്ടു. പടച്ചവരെ, ഞാൻ വഅദ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്റെ ഉപ്പാനെ ഒന്ന് കാണാൻ പോയി. പടച്ചവരെ, പള്ളിയിലേക്ക് കേറുമ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഭാഗ്യം പിടിച്ച് പള്ളിയുടെ പെണ്ണ് നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകനെ ഖബർ സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല. ഞാൻ എന്റെ ഉപ്പയുടെ ഖബർ കാണാൻ പോകുമ്പോ പള്ളിക്കാട് മുഴുവനും തെരഞ്ഞു നോക്കി, പടച്ചവനെ ആരെയും കാണുന്നില്ല. രണ്ടാമതും ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, അതിനകത്താരുമില്ല. ഉസ്താദേ, എന്റെ 12 വയസ്സുള്ള പൊന്നുമോ, എന്റെ 12 വയസ്സുള്ള പൊന്നുമോര് അവൻ ലീവ് കഴിഞ്ഞെന്ന് തിരിച്ചു പോവുകയാ. അവന് കോളേജിൽ ഹിഫ്ള് പഠിക്കുന്ന മകനാ. അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. വാപ്പയോട് യാത്ര പറയുകയാ. ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ വാപ്പയോട് യാത്ര പറയുകയാ. എനിക്ക് അശുദ്ധിയാ ഉസ്താദേ, ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? ഞാൻ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പൊന്നുമോ 12 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞ് വാപ്പയുടെ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ കിടക്കുകയാ. അവന് കരഞ്ഞിട്ട് അവൻ ധരിച്ചിരുന്ന ജുബ്ബ മുഴുവനും നനഞ്ഞിട്ട് മണ്ണായിരിക്കുകയാ. ഞാൻ ആ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുയർത്തി. ഞാൻ അവന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചുണർത്തി. എന്നിട്ട് അവന്റെ മണ്ണ് മുഴുവനും തുടച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ ഉമ്മ കാത്തു നിൽക്കുന്നു മോനെ. ആ സമയത്ത് 12 വയസ്സുകാരൻ എന്നോടൊന്ന് യാചിച്ചു, ഉസ്താദേ എന്റെ
എന്റെ ഉപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ, ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യോ. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യുവോരേ, നിന്റെ ഉപ്പ ഒരുപാട് കൊതിച്ചതാണല്ലോ, നിന്റെ ഉപ്പ ഒരുപാട് കൊതിച്ചതാണല്ലോ, നീ ദുആ ചെയ്താ വാപ്പയ്ക്ക് വലിയ സന്തോഷമാകും. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഹാഫിളാണല്ലോ, എനിക്ക് ഉപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ. ഉസ്താദ് ഹാഫിളാണല്ലോ, ഉസ്താദ് ദുആ ചെയ്താ റബ്ബ് സ്വീകരിക്കുമല്ലോ, ദുആ ചെയ്യാൻ പറഞ്ഞു. ഈ പാപിയായ ഞാൻ എന്റെ കൈ ഉയർത്തിയിട്ട് അവിടെന്ന് ദുആ ചെയ്തു, അല്ലാ ഈ മനുഷ്യന്റെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പറഞ്ഞു തീരണ്ട താമസം 12 വയസ്സുകാരൻ ഉപ്പാന്റെ ഖബറിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തളർന്നു വീണെങ്കില് നമുക്കിതുപോലൊരു മകനുണ്ടോ, നമുക്കിതുപോലെ ഒരു മകനുണ്ടോ? ഉപ്പയുടെ ഖബർ എവിടെയാണെന്നറിയാത്ത മക്കളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത്. ആ പള്ളിയിൽ നിന്ന് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ദുആ ചെയ്യണ്ട, യാസീൻ ഓതണ്ട, സദഖ കൊടുക്കണ്ട, അസ്സലാമു അലൈക യാ അബീ എന്നൊരു സലാമെങ്കിലും പറയാറുണ്ടോ മക്കളെ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ആരും വരില്ല, ഒരു മനുഷ്യനും വരില്ല. 3 കാര്യമേ ഖബറിൽ വരൂ. ആ 3 കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ജാരിയായ സദഖ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഒരേ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ലല്ലോ. ഒരു ഡോക്ടറിന് കൊടുക്കുന്ന ഒരു ഫീസിന്റെ വിലയല്ലേ ഉള്ളൂ. നിന്റെ വീടിന്റെ ബാത്റൂമിനകത്ത് കിടക്കുന്ന ടൈലിന്റെ പൈസയായില്ലല്ലോ വാപ്പാ. അല്ലാഹുവേ, നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാണ്. നീ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയോ, നീ തോന്നൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയോ? അല്ലാഹുവേ, എല്ലാ പാപങ്ങളും കഴുകിക്കടഞ്ഞു ദുആ ചെയ്യുന്ന സദസ്സാണ്. ഇതിനകത്ത് ഒരുപാട് സ്വർഗത്തിന്റെ അവകാശികളുണ്ട്, അവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ഇവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.